പലശന സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാടൻ കലകളുടെ പരിശീലനം ഉദ്ഘാടനം നടത്തി. 33 ഗുരുക്കന്മാരുടെ കീഴിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 400ഓളം കുട്ടികൾക്ക് കണ്യാർകളി, തിരുവാതിരക്കളി, കളരിപ്പയറ്റ്, പൊറാട്ട് നാടകം, നൃത്തങ്ങൾ, സംഗീതം, ചെണ്ടമേളം, സോപാനം, പറവാദ്യം തുടങ്ങിയവയിൽ പരിശീലനം നൽകി വരുന്ന സ്ഥാപനമാണ് പലശന സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി. മൺമറഞ്ഞുപോയ 1000-ലധികം കലകളുടെ പാട്ട്, ചുവടുവെപ്പ്, ആടയാഭരണങ്ങൾ എന്നിവ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ആദിവാസി കോളനികളിൽ ചെന്ന് പഠിപ്പിച്ച് പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനവും സൊസൈറ്റി തുടങ്ങിയിട്ടുണ്ട്. പലശന കീർത്തി കല്യാണ മണ്ഡപത്തിൽ നടന്ന നാടൻ കലകളുടെ പരിശീലനത്തിന്റെ ഉദ്ഘാടനം കെ ബാബു MLA നിർവഹിച്ചു. പാലക്കാട് ജില്ലയുടെ തനത് കലാരൂപമായ കണ്യാർകളി ക്ഷേത്രത്തിനകത്തും ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട കളികളിൽ ഒന്നാണ്. കന്യാർകളിയെ സംബന്ധിച്ച് നമുക്കറിയാം, ആയോധന കലയുമായി ബന്ധപ്പെട്ട മെയ് വഴക്കത്തിൻ്റെയും ശാരീരികമായ നിരന്തരമായ പരിശീലനത്തിൻ്റെയും ഒടുവിലാണ് കന്യാർകളി ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മേടമാസത്തിലാണ് പൊതുവിൽ മേടം, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് പൊതുവിൽ പാലക്കാട് ജില്ലയുടെ വിവിധ ദേശങ്ങളിൽ മന്നത്ത് അങ്ങനെ പറയപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെയും കന്യാർകളി അരങ്ങേറുന്നത്. കന്യാർകളിയുടെ തുടക്കം വെളിച്ചപ്പാട്ടിൻ്റെ വരവോടുകൂടിയാണ്. ഒടുവിൽ ആശാന്റെ വർത്തമാനത്തോടുകൂടി അവസാനിക്കും. പലശന സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ആറു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കളരിപ്പയറ്റ് വിദ്യാർത്ഥികൾ വിവിധതരം അഭ്യാസങ്ങൾ അവതരിപ്പിച്ചു. കണ്യാർകളി, കളരിപ്പയറ്റ്, പൊറാട്ട് നാടകം എന്നിവ കേരള യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടും കേന്ദ്ര സർക്കാരിന്റെ കലകൾ പഠിപ്പിക്കുന്ന സ്കൂൾ അനുവദിച്ചു കിട്ടുന്നതിനും അതിനുവേണ്ട സ്ഥലം ലഭിക്കുന്നതിനുമായി സൊസൈറ്റി അംഗങ്ങളും ഗുരുക്കന്മാരും കുട്ടികളും ചേർന്ന് ഒപ്പിട്ട നിവേദനം MLAക്ക് സമർപ്പിച്ചു. സെക്രട്ടറി മഠത്തിൽ ഭാസ്കരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.